നല്ല നാടൻ ബീഫ് റോസ്റ്റ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയുള്ളി കേട്ടോ. അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് സാധാ മസാലയിൽ നമ്മൾ എത്ര ടേസ്റ്റായിട്ട് ഒറിജിനൽ ആ ബീഫിൻ്റെ ടേസ്റ്റിൽ നമുക്ക് സൂപ്പർ അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. എന്നാൽ നമ്മളിതിന് ആവശ്യമായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫിന് 1/4 കിലോ ചെറിയുള്ളി എന്നുള്ള അളവാട്ടോ അതിന് കറക്റ്റായിരിക്കുക. അപ്പോൾ നമ്മളതിൽ ബീഫിന് 1/4 കിലോ ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് 5 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബീഫ് അധികം മൂക്കാത്തത് കൊണ്ട് 5 വിസിൽ മതിയായിരുന്നു കേട്ടോ. നിങ്ങളെ ബീഫിൻ്റെ വേവ് എങ്ങനെയെന്നനുസരിച്ച് അതിനനുസരിച്ച് വിസിൽ ചിലപ്പോൾ കൂടെ കുറയാം. അപ്പോൾ നമ്മൾ ആ വെന്ത് വന്ന ബീഫ് മാറ്റി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെന്ത ബീഫിനെ അതിലേക്ക് കോരി ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടെ ഉണ്ടാവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് അതിലിരുന്നിട്ട് റോസ്റ്റ് ആയിട്ട് കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പം ലൈറ്റായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആവും. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടെ ട്രൈ ചെയ്തെടുക്കുക. എടുത്ത് കഴിഞ്ഞ് വെള്ളം വറ്റിയായിട്ട് നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ ബീഫിൻ്റെ ഒരു മണമുണ്ട്. ആ ഉള്ളി മൊരിഞ്ഞ് ആ വെളിച്ചെണ്ണൻ്റെ ഫ്ലേവറിൽ ആ ബീഫ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. വീട്ടിൽ മസ്റ്റ് ട്രൈ ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ട്രൈ ചെയ്തിട്ട് പ്രത്യേക അഭിപ്രായം പറയണത്. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ 40 വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചൊരു ഫുഡാട്ടോ അത്. അതായത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ പറഞ്ഞ ഒരു ഫുഡാട്ടോ അത്. എന്നോട് പറഞ്ഞതാണ്, നീ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇടണം കേട്ടോ, അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാനത് ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞാൽ തീർച്ചയായും കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തിട്ട് ഉമ്മാനോട് ഞാൻ ചോദിച്ചു, ഉമ്മ അതിൽ നമ്മൾ മസാല ഒന്നും ഇട്ടിട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ല, ഇത് നന്നായിരിക്കും എന്ന് ഉമ്മാനോട് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നിനക്ക് അങ്ങനെ തോന്നും, പക്ഷെ നീ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് പറയും എങ്ങനെയുണ്ട് എന്നുള്ളത്. അതുണ്ടാക്കി അത് അവസാനം ആ എണ്ണയിൽ കിടന്ന് മൊരിയണ സമയത്ത് അതിൻ്റെ മണം നമ്മളെ നിൽക്കാനിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്ര ടേസ്റ്റായിരുന്നു. ഞാൻ ശരിക്കും മിസ് ചെയ്തതിൻ്റെ കൂടെ പൊറോട്ടേനായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചിനായിരുന്നു നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും വൈകിട്ട് നമ്മളത് പൊറോട്ടൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ബീഫൊക്കെ നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു.